റിപ്പോർട്ടർ ടിവിയുടെ മറ്റൊരു ഇമ്പാക്റ്റിലേക്ക് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒടുവിൽ താന്തോണിത്തുരുത്ത് നിവാസികളുടെ ദുരിതത്തിൽ സർക്കാർ ഇടപെടുന്നു. മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ നാളെ കൊച്ചിയിൽ യോഗം ചേരും. പത്തടിപ്പാലം PWD റെസ്റ്റ് ഹൗസിൽ വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. ജിഡ KZMA ഉൾപ്പെട്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുക്കും. സമരസമിതിയുടെ 3 പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. സേഫ് ന്യൂസ് ആലിയാണ്. ഇന്ന് രാവിലെ കൂടി നമ്മൾ സംസാരിച്ചതാണ്. പി രാജീവ് ഇന്നലെ കൊടുത്ത ഉറപ്പ് പാഴ്വാക്കായെങ്കിലും പി രാജീവ് അങ്ങനെ ഉറപ്പ് കൊടുത്താൽ പാഴ്വാക്കാകുന്നതല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചർച്ചയ്ക്കുള്ള സമയമായിരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വരെയും അവർ സമരം തുടരുമെന്നാണോ അറിയിച്ചിരിക്കുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സേഫ് ന്യൂസ് ആലിയ. അരുൺകുമാർ, അല്പസമയം മുമ്പാണ് മന്ത്രി പി രാജീവിന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് പ്രത്യേകം അവർ പറഞ്ഞു നാളെ ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെന്ന്. സമരസമിതി നേതാക്കളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവരെ കൂടി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് സമരസമിതി പറയുന്നത്. അതായത് 3 പേരാണ് സമരസമിതിയെ പ്രതിനിധീകരിച്ച് പോകുന്നത്. മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിലാണ് നാളെ ഈ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ ജിഡയുടെ പ്രതിനിധികളും ഒപ്പം തന്നെ കൊച്ചിൻ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. ചേട്ടാ, നാളെ ചർച്ചയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടല്ലേ? നാളെ ചർച്ചയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ചെറിയൊരു പ്രതീക്ഷയുടെ മുള പൊട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വാർത്തയെ തുടർന്നായിരിക്കും അദ്ദേഹത്തെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി വിളിച്ചിട്ടുണ്ട്. നാളെ എന്തായാലും അറിയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നാളെ നിങ്ങളുടെ പ്രതിനിധികൾ 3 പേര് പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം വിഷയങ്ങളായിരിക്കും നിങ്ങൾ ചർച്ചയിൽ പറയുക? ഇപ്പം ഞങ്ങൾ മുഖ്യമായ അജണ്ട എന്ന് വെച്ചാൽ ഔട്ടർ ബണ്ട് മാത്രമാണ് മുഖ്യമായിട്ടുള്ള അജണ്ട. ഞങ്ങൾ വീടിനെ സംരക്ഷിക്കണം, ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യത്തിന് മാത്രം ഔട്ടർ ബണ്ടിന് മുൻതൂക്കം കൊടുത്തുള്ള കാര്യം പറയുള്ളൂ. എന്തായാലും ഒരു സന്തോഷകരമായ വാർത്തയാണ് അരുൺകുമാർ. മന്ത്രി നാളെ ചർച്ച നടത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സന്തോഷമായോ? ഈ വെള്ളത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ മതി. അത്രയും കഷ്ടപ്പെടും.